ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിൽ കിടക്കാം. ഇന്ന് സെക്ടേഴ്സ് എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 25,044 ക്ലോസ് ചെയ്തപ്പോൾ 72 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ കഴിഞ്ഞത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അയഞ്ഞതിൻ്റെ കാര്യമായിട്ടാണ് മാർക്കറ്റ് ഇന്ന് നല്ല കുതിപ്പിലേക്ക് പോയത്. നിഫ്റ്റി ബാങ്ക് 56,461 ക്ലോസ് ചെയ്തപ്പോൾ 402 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി മിഡ് ക്യാപ് 415 പോയിൻറ്റ്സ് ഉയർന്ന് 58,622 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 131 പോയിൻറ്റ്സ് ഉയർന്ന് 18,452 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 13.64 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 158 പോയിൻറ്റ്സ് ഉയർന്ന് 82,055 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് DII 5,209 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 5,266 കോടിയുടെ രൂപയുടെ കനത്ത സെല്ലിംഗ് ആണ്, നെറ്റ് സെല്ലേഴ്സാണ് കാണാൻ സാധിച്ചത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കഴിയുന്ന അഡാനി പോർട്ട് 2.89% റാലി നടത്തി. ജിയോ ഫിനാൻസ് 2.85% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 2.09%, ഗ്രാസിം 2.06%, ടാറ്റ സ്റ്റീൽ 1.71%, SBI ലൈഫ് 1.67%, ഡോക്ടർ റെഡ്ഡി 1.66%, കോട്ടക് ബാങ്ക് 1.63%, ഏഷ്യ മോട്ടോഴ്സ് 1.40%, അദാനി എൻ്റർപ്രൈസ് 1.33% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിയുന്ന ONGC 2.90% കുറവ് കണ്ടു. പവർ ഗ്രിഡ് 1.43%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.01%, ട്രെൻ 0.8%, HCL ടെക് 0.72%, മാരുതി 0.62%, ബെൽ 0.45%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.33%, NTPC 0.33% ആൻഡ് ഇൻഫി 0.28% കുറവാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള ഓരോ ദിവസമുള്ള ഡേറ്റ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് രീതിയിൽ നിങ്ങൾക്ക് തരിക എന്നുള്ള മാത്രമാണ്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,010 നിഫ്റ്റി നിന്നിരുന്നത്. അവിടെ നിന്ന് 25,044 നിൽക്കുമ്പോൾ 4.31% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരിയിൽ 23,740 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 25,044 നിന്ന് നിൽക്കുമ്പോൾ 5.48% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,800 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 807 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടർ ഒഴികെ സ്ക്രീനിൽ കാണുന്ന മറ്റുള്ള എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലിയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,598 ക്ലോസ് ചെയ്തപ്പോൾ 137 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 118 പോയിൻറ്റ്സ് ഉയർന്ന് 35,727 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,50 ക്ലോസ് ചെയ്തപ്പോൾ 193 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 119 പോയിൻറ്റ്സ് ഉയർന്ന് 54,346 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,123 ക്ലോസ് ചെയ്തപ്പോൾ 39 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9120 ക്ലോസ് ചെയ്തപ്പോൾ 36 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 3 പോയിൻറ്റ്സ് ഉയർന്ന് 38,417 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1728 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി മെറ്റൽ എന്ന് 92 പോയിൻറ്റ്സ് ഉയർന്ന് 9291 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 19 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായിരുന്നു, 11,454 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 21,672 ക്ലോസ് ചെയ്തപ്പോൾ 45 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 99 പോയിൻറ്റ്സ് ഉയർന്ന് 6939 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻറ്റ് ഉയർന്ന് 1014 ക്ലോസ് ചെയ്തു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ 25 ജൂൺ USA വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. See you again. Bye all.